ഇന്ന് നമ്മൾ രണ്ടുപേരെ മീറ്റ് ചെയ്യാൻ പോവാണ്. ഈ രണ്ടുപേരെ ഞാൻ അറിയുന്നത് ഒരു റീലിലൂടെയാണ്. എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. പക്ഷെ ആ റീൽ എന്നെ ഭയങ്കരമായിട്ട് എന്റെ മനസ്സിൽ തട്ടിയ ഒരു റീലായിരുന്നു. എന്താ സംഭവം പറ കേക്കട്ടെ. കുറച്ച് ദിവസം മുമ്പ് ഞാൻ പത്തനംതിട്ട അറേബ്യൻ ഗോൾഡിൽ ഒരു വർക്കിന് വേണ്ടി ഞാൻ പോയിരുന്നു. ആ സമയത്ത് ഞാൻ കുറേ പേരെ കണ്ടു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു റീല് ഞാൻ കണ്ടു. അതിലൂടെയാണ് ഞാൻ ഇവരെ ഫസ്റ്റ് ടൈം ഞാൻ ശ്രദ്ധിക്കുന്നത്. അമ്മയ്ക്കൊരു കുഞ്ഞു കല്ലുകമ്മൽ വാങ്ങിക്കണമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പത്തനംതിട്ട അറേബ്യൻ ഗോൾഡിലോട്ട് പോയത്. കൂടാതെ അന്ന് അക്ഷയ തൃതീയ പ്രമാണിച്ച് പേളിമണിയും വരുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പേളിയെ കാണുമെന്നുള്ളത്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആ കമ്മൽ വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് എൻ്റെ കയ്യിലില്ലായിരുന്നു. അത് ഇത്ര കഷ്ടമായി പോയിട്ടോ, എത്ര വിഷമം ഉണ്ടാവില്ലേ. ചാച്ചൻ പോയതിനു ശേഷം മാനസികമായി തകർന്നിരുന്ന അമ്മ ഇന്നാണ് കുറച്ചെങ്കിലും ഒരു ചിരിയോടെ ഞാൻ കാണുന്നത്. ഒത്തിരി കാലത്തിന് ശേഷം ഇപ്പോഴാ സാറേ എൻ്റെ അമ്മച്ചി എനിക്കും തിരിച്ചു കിട്ടിയത്. കുറെ നാളുകൾക്ക് ശേഷമാണ് അമ്മയുടെ മുഖത്തൊരു ചിരി കണ്ടത് എന്ന് പറഞ്ഞതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായി, എനിക്ക് ഭയങ്കര ഇമോഷണലായി. അപ്പൊ തന്നെ തീരുമാനിച്ചു ഈ അമ്മേനെ എനിക്ക് ഒന്നും കൂടി കാണണം. മാത്രമല്ല അമ്മ ആഗ്രഹിച്ച ആ കമ്മല് അത് നമുക്ക് കൊടുക്കണ്ടേ, കൊടുക്കണം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്ലാഷ് ബാക്ക്. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിലൊരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. എന്താ ഉറക്കം വരുന്നു. ശരിക്കും അമ്മയ്ക്ക് ഈ മാല നന്നായിട്ട് ചേരും തോന്നായിട്ട്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. ആണോ? ഈ മാല ചേരുവോ? ഈ മാല അമ്മയ്ക്ക് ചേരില്ലേ? ഇത് മനഃപൂർവ്വം കരുതിക്കുട്ടി എന്നെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് സർ. അമ്മയുടെ റീല് കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും അന്ന് അറിഞ്ഞ നിങ്ങൾ വന്നു. യൂട്യൂബ് ബ്രൂട്ടസ്, നീ എന്നെ തള്ളി പറയാണല്ലേ? എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവുക. അമ്മ തന്നെ തന്നു. തന്നോ? ഇതായിരുന്നു ആ കമ്മല്, കല്ല് വെച്ച കമ്മല്. ചേച്ചി വിഷമിക്കാതെ, ഇതിലും വലുത് എന്തോ വരാനിരുന്നതാ. കണ്ണീ കൊള്ളാനുള്ളത് പുരുകത്ത് കൊണ്ടു എന്ന് കരുതിയാ മതി. അമ്മ അന്ന് നോക്കി വെച്ചിരുന്ന കമ്മല് ഇതായിരുന്നു. അതേ കമ്മല് അന്ന് എടുക്കാണ്ട് പോയി. ഇന്ന് നമ്മളത് അമ്മയ്ക്ക് കൊടുക്കാട്ടാ. ഇതാരാ തന്നത്? അച്ഛൻ അവിടെ നിന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അമ്മയ്ക്ക് നല്ലൊരു ചിരിയുമാണ്. ഈ ചാരുകസേര പോലും എന്നോട് എന്റെ മേത്തുനിന്ന് ഇറങ്ങിപ്പോടാ പുല്ലേ എന്ന് പറയും പോലെ